ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഹോം മേക്കറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മലയാളി എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ അഭിമാനമായ കേരളത്തിലെ 4ാമത്തേതും ഇന്ത്യയിലെ ഏറ്റവും പുതിയതുമായ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ വേണ്ടി നടത്തിയ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളാണിന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലുള്ള മൂർക്കൻ പറമ്പിലാണ് നമ്മുടെ എല്ലാം അഭിമാന തുടിപ്പായ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും 30 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമ്മൾക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്നും ഏതാണ്ട് സെയിം ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ എയർപോർട്ടിൽ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ കവാടം. ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ കവാടത്തിന്. ചിറകടിച്ചുയരാനായിട്ട് നിൽക്കുന്ന ഒരു പക്ഷിയുടെ ഡിസൈനിലാണ് ഈ കവാടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ആകർഷണീയത എല്ലാവരിലും ഉളവാക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്ന് അങ്ങോട്ട് എയർപോർട്ടിൻ്റെ സ്വന്തം സ്ഥലമാണ്. 2300 ഏക്കർ വിസ്തീർണത്തിലാണ് നമ്മുടെ ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളുള്ള ഒരു എയർപോർട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്ന റോഡ് എന്ന് പറയുന്നത് ഒരു ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് വെട്ടി നിരത്തി റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ കുന്നുകൾ പോലെ കാണാനായിട്ട് സാധിക്കും. വെള്ളം ഒഴുകി പോകാനായിട്ട് ചെറിയ പാത്തികൾ പോലെയൊക്കെ അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിലൊക്കെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു ഇരിക്കുന്നത്. അപ്പോൾ ഭാവിയിലേക്കുള്ള ഡെവലപ്മെൻറ്റ്സ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഞങ്ങളൊരു വൈകുന്നേരമാണ് എയർപോർട്ട് കാണാനായിട്ട് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി എയർപോർട്ടിൻ്റെ പരിസരങ്ങളിലുണ്ടായിരുന്നു. അസ്തമന സൂര്യൻ്റെ ഒരു ദൃശ്യം നമുക്ക് ഒത്തിരി ദൂരയിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് വളരെ ആകർഷണീയത ഉളവാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ടാണ്. അകലയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. 2 പാലങ്ങൾ പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കയറി മറു സൈഡിലൂടെ വാഹനങ്ങൾ ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനൽ വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന റോഡിൻ്റെ ഇരുവശത്തും പൂക്കളൊക്കെ പിടിപ്പിച്ച് വരുന്നുണ്ട്. അതിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പണികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് സൈഡിലായിട്ട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഇതൊരു നോ പാർക്കിംഗ് ഏരിയ ആണ്. എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ട് മാത്രം ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നതാണ്. ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊന്നും ഇവിടെ നിർത്താനോ പാർക്ക് ചെയ്യാനോ അനുവദിക്കില്ല. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് സൈഡിൽ കൊടികളൊക്കെ ഉയർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നടുക്ക് മീഡിയയിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്, സീരിയൽ ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം പ്രമാണിച്ച് എയർപോർട്ടിനെ സുന്ദരിയാക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ വളരെയധികം കുളിർമ നൽകുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഈ ഭാഗം കാണാനായിട്ട്. സന്ദർശകരുടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം ആയതുകൊണ്ട് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കുറച്ച് ചേച്ചിമാരൊക്കെ പെട്ടി ഓട്ടോറിക്ഷയിൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കല്ലും മണ്ണും ഒക്കെ റോഡിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാഴ്ചയാണ്. കല്ലും മണ്ണും പൊടിയൊക്കെ നീക്കാനായിട്ടൊരു വണ്ടി. അപ്പോൾ ആ വണ്ടിയുടെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ റോഡിൽ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആളത് പറക്കി മാറ്റും. പിന്നീട് പുറകിൽ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ബ്രഷ് ഉണ്ട്. ആ വലിയ ബ്രഷ് വെച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ വീണ് കിടക്കുന്ന കല്ലും മണ്ണും പൊടിയൊക്കെ നടുക്കിലേക്ക് തട്ടിയിടും. അതിനുശേഷം അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടിയിൽ തന്നെ വെള്ളമുണ്ട്. ആ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ മണ്ണും പൊടിയൊന്നും ഉയർന്ന് പൊങ്ങില്ല. അപ്പം അതും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷാണ് ഈ തട്ടിയിടുന്ന പൊടികളൊക്കെ സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഈ വണ്ടിയുടെ കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ എനിക്കിതൊരു വളരെ കൗതുകം തോന്നിയൊരു കാഴ്ചയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിച്ചായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഒരു അത്ഭുതം തോന്നിയൊരു കാഴ്ചയായിരുന്നു ഇത്. പിന്നെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെങ്കല്ലിൻ്റെ നാടാണ് കണ്ണൂർ. അപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ചെങ്കല്ലിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെങ്കല്ല് ഉപയോഗിച്ച് കെട്ടിയ ഒരു പൂന്തോട്ടമാണത്. അതായത് പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇവിടുത്തെ തൂണുകൾക്കൊക്കെ ചെങ്കല്ലിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതും ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ കണ്ണൂരിൻ്റെ പൈതൃകം കളയാതെ അതിൻ്റെ ഭംഗി വിളിച്ചോതുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എയർപോർട്ട് ടെർമിനലിൻ്റെ ഉള്ളിലൊക്കെ കണ്ണൂരിൻ്റെ തനത് പൈതൃകം കാണിക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. തെയ്യത്തിൻ്റെയും തിറയുടെയും ഒക്കെ രൂപങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് തെയ്യത്തിൻ്റെ മുടിയോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും പണികൾ ഇവിടെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചൊരു അഭിമാന നിമിഷമാണ്. കാരണം 83 വർഷങ്ങളിലെ നീണ്ട 83 വർഷങ്ങളിലെ കാത്തിരിപ്പാണ് സഫലമാകാനായിട്ട് പോകുന്നത്. 83 വർഷങ്ങൾക്ക് മുമ്പ് 4 വിമാനങ്ങൾ ഒരുമിച്ച് കണ്ണൂർ കോട്ട മൈതാനിയിൽ ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു വിമാനം ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒത്തിരി നാളുടെ കാത്തിരിപ്പിൻ്റെ ഒരു ഫലം കൂടിയാണ് നമ്മുടെ ഈ എയർപോർട്ട്. അപ്പോൾ 1938 ഇവിടെ കണ്ണൂർ ആദ്യമായിട്ട് വിമാനം ഇറങ്ങുന്നത്. അത് ബോംബെ ഫ്ലൈയിങ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള വിമാനമായിരുന്നു അന്ന് ഇറങ്ങിയത്. കണ്ണൂർ കോട്ട മൈതാനിയിലായിരുന്നു ഇറങ്ങിയത്. കൊളംബോയിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു ഇടത്താവളം എന്നുള്ള രീതിയിലായിരുന്നു വിമാനം ഇറങ്ങിയത്. അതിനുശേഷം ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് ഒരു വിമാനം ഇറങ്ങുന്നത്. അബുദാബിയിലേക്കാണ് ആദ്യത്തെ ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് വിൽപ്പന എന്നൊക്കെ പറയുന്നത് റെക്കോർഡ് വേഗത്തിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അത്രയേറെ ആളുകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിക്കോട് വടകരയ്ക്ക് ഇപ്പുറത്തേക്ക് ആളുകൾ ഒത്തിരി കാത്തിരുന്നൊരു നിമിഷമാണ്. വടകര തുടങ്ങി കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ മൈസൂർ വരെയുള്ള ആളുകൾ, കുടക്, മൈസൂർ, അങ്ങനെയുള്ള ഒത്തിരി പ്രദേശങ്ങളിലുള്ള ആളുകൾ ഒത്തിരിയേറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഒരു നിമിഷം കൂടിയാണ് കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ, കുടകുള്ളവർക്കൊക്കെ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ മംഗലാപുരത്ത് പോകണം. അതുപോലെ കണ്ണൂരുള്ളവർക്കൊക്കെ കോഴിക്കോട്ടെ എയർപോർട്ടിനെ ആശ്രയിക്കേണ്ടി വരും. ഇനിയിപ്പോൾ കണ്ണൂരുകാർക്കൊക്കെ സ്വന്തമായിട്ടൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കിട്ടുവാണ്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് ഇവിടെ ഉദ്ഘാടനത്തിന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് തന്നെ കിട്ടി. സാധാരണഗതിയിൽ മിക്കവാറും എയർപോർട്ടുകളിലൊക്കെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് സർവീസ്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് തന്നെ കിട്ടി. അതും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നല്ല മുഹൂർത്തം തന്നെയാണ്. അപ്പോൾ ഇവിടെ നാളത്തെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഞങ്ങൾ പോയത് ഉദ്ഘാടനത്തിന് തലേന്നാണ്. അപ്പോൾ 9-ാം തീയതിയിലത്തെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1,00,000 സ്ക്വയർ മീറ്ററിലേറെ വിസ്തൃതിയിലാണ് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 നിലകളായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഏറ്റവും മുകളിലായിട്ട് ഇൻ്റർനാഷണൽ ടെർമിനൽ, അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനൽ വരുന്നത്. അതിലും താഴെ ഒരു ഓഫീസ് പോലെയാണെന്ന് തോന്നുന്നു ഒരു ബിൽഡിംഗ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പം 3 ലെവലിലാണ് ഈ എയർപോർട്ട് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ തന്നെ പാർക്കിംഗ് കൗണ്ടറുകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പൂർണ്ണമായ രീതിയിലുള്ള പ്രവർത്തനമായിട്ടില്ല. അതൊക്കെ പ്രവർത്തിച്ചു വരുമ്പോൾ ഒത്തിരി സൗകര്യങ്ങളുള്ള ഒരു എയർപോർട്ടാവും നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങൾ, പല സൗകര്യങ്ങളും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പാക്കുന്ന ഒരു എയർപോർട്ടും കൂടിയാണ് നമ്മുടേത്. സെൽഫ് ബാഗേജ് ഡ്രോപ്പ് കൗണ്ടറുകൾ, അതുപോലെ തന്നെ സെൽഫ് ചെക്ക് ഇൻ മെഷീനുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി എയർപോർട്ടിൽ പോകുമ്പോൾ ലഗേജിനായിട്ട് ഉള്ള നീണ്ട കാത്തിരിപ്പൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരിയേറെ ഭംഗിയുള്ള, അതുപോലെ തന്നെ ഒത്തിരിയേറെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു എയർപോർട്ടാണിത്. അതുപോലെ തന്നെ ഇത് കാഴ്ചയ്ക്കും ഒരുപാട് ദൃശ്യവിരുന്നും ഈ എയർപോർട്ട് നമുക്കായിട്ട് സമ്മാനിക്കുന്നുണ്ട്. ഒത്തിരി ചുമർ ചിത്രങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ പൈതൃകം തനിമയൊക്കെ വിളിച്ചോതുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പൈതൃകമായ പവിത്രമോതിരം, ലക്ഷ്യം വിളക്ക്, നവരാത്രി ആഘോഷം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എയർപോർട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണം തന്നെയാണ്. എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഒത്തിരി നേരം പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടു തീരില്ല. ഒത്തിരിയേറെ കാണാനായിട്ട് നമുക്ക് ഈ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും രാത്രിയായിരുന്നു. അപ്പോൾ രാത്രിയായപ്പോൾ കൂടുതൽ സുന്ദരിയായ എയർപോർട്ട്, ലൈറ്റുകളൊക്കെ ഇട്ട് കൂടുതൽ സുന്ദരിയായി നിൽക്കുന്ന ഒരു എയർപോർട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഉദ്ഘാടനം ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും എയർപോർട്ടിൻ്റെ ഭാഗത്ത് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ നടുക്ക് മീഡിയയിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു. ആ ലൈറ്റുകളൊക്കെ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. കണ്ണുകൾക്ക് വളരെ ഒരു ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ലൈറ്റുകളൊക്കെ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.